ബീഹാറിലെ ഗയ ജില്ലയിലുള്ള ഗെഹ്ലോർ എന്ന ഉൾഗ്രാമത്തിലായിരുന്നു ദശരഥ് മാഞ്ചി ജനിച്ചത്. ദരിദ്രമായ ചുറ്റുപാടുകളും ദുർഘടമായ ഭൂപ്രകൃതിയും ആ ഗ്രാമത്തെ പുറംലോകത്തുനിന്ന് ഒറ്റപ്പെടുത്തിയിരുന്നു. ഗ്രാമത്തിനും അടുത്തുള്ള പട്ടണത്തിനും ഇടയിൽ വലിയൊരു പർവ്വതം വൻമതിൽ പോലെ നിന്നിരുന്നു. അത്യാവശ്യ കാര്യങ്ങൾക്കായി പുറത്തുപോകണമെങ്കിൽ 70 കിലോമീറ്ററോളം ചുറ്റിക്കറങ്ങേണ്ടി വരുമായിരുന്നു. ഒരു ദിവസം ദശരഥ മാഞ്ചിയുടെ ജീവിതത്തെ മാറ്റിമറിച്ച ആ ദാരുണമായ സംഭവം നടന്നു. മലയുടെ മറുവശത്ത് ജോലി ചെയ്തിരുന്ന മാഞ്ചിക്ക് ഉച്ചഭക്ഷണം എത്തിച്ചുകൊടുക്കാൻ വരികയായിരുന്നു അദ്ദേഹത്തിന്റെ പത്നി ഫാൽഗുനി ദേവി. യാത്രക്കിടയിൽ മലയിലെ ഇടുങ്ങിയ പാതയിൽ നിന്നും വഴുതി വീണ് അവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കൃത്യസമയത്ത് ആശുപത്രിയിലെത്തിക്കാൻ സാധിക്കാത്തതുകൊണ്ട് അവർ മരണപ്പെട്ടു. പർവ്വതം തടസ്സമായി നിന്നില്ലായിരുന്നെങ്കിൽ തന്റെ പ്രിയതമ ഇന്നും കൂടെയുണ്ടാകുമായിരുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. വേദനയും സങ്കടവും അദ്ദേഹത്തെ തളർത്തിയില്ല, പകരം അത് വലിയൊരു പ്രതിജ്ഞയായി മാറി. തന്റെ ഗ്രാമത്തിലുള്ള മറ്റാർക്കും ഈ ഗതി വരരുത്. ആ പർവ്വതത്തെ വെട്ടിമാറ്റി ഒരു പാത നിർമ്മിക്കുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. ഗ്രാമവാസികൾ അദ്ദേഹത്തെ പരിഹസിച്ചു, ഭ്രാന്തൻ എന്ന് വിളിച്ചു. പക്ഷേ ഒരു ഉളിയും ചുറ്റികയും മാത്രം കൈയിലെടുത്തുകൊണ്ട് അദ്ദേഹം ആ കൂറ്റൻ മലയോട് പൊരുതിത്തുടങ്ങി. തളരാതെ പകലും രാത്രിയും അദ്ദേഹം പണിയെടുത്തു. വേനലും വർഷവും കടന്നുപോയി. പരിഹസിച്ചവരുടെ ചുണ്ടുകളിൽ പിന്നീട് ആദരവ് നിറഞ്ഞു. നീണ്ട 22 വർഷത്തെ കഠിനാധ്വാനത്തിനൊടുവിൽ 360 അടി നീളവും 30 അടി വീതിയുമുള്ള ആ പാത ദശരഥ് മാഞ്ചി പൂർത്തിയാക്കി. ഗ്രാമവും പട്ടണവും തമ്മിലുള്ള 70 കിലോമീറ്റർ ദൂരം വെറും 1 കിലോമീറ്ററായി ചുരുങ്ങി. ഒരാളുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ തകരാത്ത പർവ്വതങ്ങളില്ല. വിഭവങ്ങളുടെ കുറവോ മറ്റുള്ളവരുടെ പരിഹാസമോ അല്ല, മറിച്ച് ലക്ഷ്യത്തോടുള്ള അചഞ്ചലമായ വിശ്വാസമാണ് വിജയത്തിന്റെ അടിസ്ഥാനം.